നമ്മുടെ പ്രിയപ്പെട്ട വികാരിശൻ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര വലിയൊരു ദേവാലയത്തിൽ, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ദേവാലയത്തിൽ ഇത്ര വലിയൊരു ആഘോഷം നടക്കുമ്പോൾ അതിനെ ഏറ്റവും മാറ്റുകൂട്ടിക്കൊണ്ട് തന്നെ ഈ വർഷം തിരുനാളാഘോഷം നടക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത് മറ്റൊന്നുകൂടല്ല, അത് അദ്ദേഹം പ്രവർത്തിച്ചു പോകുന്ന വഴികൾ തന്നെ നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും തൃശ്ശൂർ അതിരൂപതയുടെ മതബോധന ഡയറക്ടറായി തുടങ്ങി, അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജറായി, എങ്കിഡ്യൂർ MI ഹോസ്പിറ്റൽ ഡയറക്ടർ, കുറേശ്ശെ സെന്റ് ജോസഫ് എഡ്യൂക്കേഷൻ കോംപ്ലക്സ് മാനേജർ, ഇപ്പം വില്ലിടം പള്ളി വികാരി, അതുപോലെ തന്നെ വടക്കാഞ്ചേരി ഫോർവോണ വികാരി എന്നിങ്ങനെ വലിയ വലിയ പദവികൾ നിഷ്പ്രയാസം നടത്തി പോകുന്നു. അവസാനം നമ്മുടെ സ്വന്തം പാവത്തെ ഇടവകയിൽ വലിയ കർത്തവ്യ ബോധ്യത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും സ്നേഹപൂർവ്വം ഏറ്റവും ബഹുമാന്യായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ചൻ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അച്ഛനെ നിറഞ്ഞ കൈയോട് തന്നെ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു സമയം. അതിനൊപ്പം തന്നെ ഇതിനോടകം തന്നെ അച്ഛനെ കുറേയേറെ സംഘടനകളുടെയും വ്യക്തികളുടെയും ഒക്കെ ക്ഷണം കിട്ടിയിട്ടെന്ന് അറിയാം, അല്ലെങ്കിൽ സ്വാഗതം ലഭിച്ചിട്ടെന്ന് അറിയാം. പക്ഷെ എങ്കിൽ പോലും അച്ഛനോട് എത്തിക്കഴിഞ്ഞിട്ട് പാവർട്ടിയുടെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുസന്നിധിയിൽ നടക്കുന്ന ആദ്യത്തെ ഒരു ഈവന്റ് കൂടിയാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും പാവർട്ടിയുടെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മണ്ണിലേക്ക് ഒരു കിഴലും കൈയടിയിൽ ഒരു സ്വാഗതം കൊടുത്ത അച്ഛനെ. കാരണം അച്ഛനെ തുടക്കം ഗംഭീരമാട്ടെ, ഇനി ഇവിടെ നങ്ങോട്ട് അല്ലെ കുറേയേറെ പ്രവർത്തനങ്ങളുടെയും ആഘോഷങ്ങളോടൊക്കെ നമുക്ക് നിറഞ്ഞ മുഖത്തോടുകൂടി ഈ ചിരിഞ്ഞ ഈ ചിരി എപ്പോഴും ഞങ്ങൾക്ക് കാണാൻ പറ്റേണ്ടത് കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ വ്യത്യസ്തമായ ഒരു പ്രമോ ഈവന്റ് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് അച്ഛന്റെ സാന്നിധ്യത്തോടു കൂടിയാണ്. അച്ഛന്റെ വാക്കുകളിലേക്ക്. ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ പാപ്പ ഫ്രെയിംസിൻ്റെ സംഘാടകരെ, 6ാം വർഷം നിങ്ങൾ യൗസേപ്പ് പിതാവിൻ്റെ ഈ ഭൂമിയിൽ മനോഹരമായ പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. ഒരു വാക്കുകൂടി അദ്ദേഹം പറഞ്ഞു, എന്നും ഞങ്ങൾ യൗസേപ്പ് പിതാവിൻ്റെ ഈ മണ്ണിലുണ്ടാകുമെന്ന്. അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക, ഇങ്ങനെ ഒരു വേദി കാണുക, അഭിമുഖീകരിക്കുക, ഇങ്ങനെ പ്രോഗ്രാം കാണുക ഒരിക്കലും എൻ്റെ അനുഭവമല്ല. പല സംരംഭങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ബൃഹത്തായി സംഘടിപ്പിച്ച, പ്ലാൻ ചെയ്ത് സംഘടിപ്പിച്ച, ഇനിയും കാണാൻ പോകുന്ന പൂരം എന്നെ സംബന്ധിച്ച് പുതിയതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതുമ നൽകുന്നതാണ്. എന്നാൽ ആദ്യത്തേതൊന്നുമല്ല. എങ്കിലും ഈ ഔസേപ്പ് പിതാവിൻ്റെ പുണ്യഭൂമിയിൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ ഇവരെടുത്ത ഈ ത്യാഗത്തെ നമുക്കൊരിക്കലും വില കുറച്ച് കാണാൻ പറ്റില്ല. അത്ര വലിയ ത്യാഗമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് ഇതിൻ്റെ ആരംഭം മുതൽ, ആലോചനാ സമയം മുതൽ എനിക്ക് മനസ്സിലാക്കാനായി സാധിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും വിജയം നേടിക്കൊണ്ട് ഈ പ്രമോ വീഡിയോ ഈ പാപ്പ ഫ്രെയിംസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത് എൻജോയ് ചെയ്യാനായി നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇങ്ങനെ ഒരു സംരംഭം, ഇങ്ങനെ ഒരു വേദി നമുക്ക് മുൻപിൽ അവതരിപ്പിച്ച ഈ പാപ്പ ഫ്രെയിംസിനെ പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ. നമ്മുടെ കൊച്ചന്മാരും ഇവരോട് ചേർന്നുകൊണ്ട് അവരുടെ വളർച്ചയുടെ പാതയിൽ എന്തൊക്കെയോ കാണിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അനുവാദം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നെ അവർ വിളിച്ചിട്ടില്ല, അപ്പം അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ എല്ലാ വിജയങ്ങളും ഇവർക്ക് നേർന്നുകൊണ്ട് ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. യൗസേപ്പ് പിതാവ് എന്നും നിങ്ങളുടെ ടീമിൻ്റെ കൂടെ ശക്തനായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് നന്ദി പറയുന്നു. 7ാം വർഷം ഉണ്ടാകണം, 8ാം വർഷം ഉണ്ടാകണം. ഒന്ന് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പാടില്ല. 1 കഴിഞ്ഞാൽ 2 വരണം, 2 കഴിഞ്ഞാൽ 3 വരണം, 3 കഴിഞ്ഞാൽ 4 വരണം. അതാണല്ലോ കാനായിലെ കല്യാണത്തിലും സുവിശേഷം പറയുന്നത്. ഇത് യേശു പ്രവർത്തിച്ച 1ാമത്തെ അടയാളമാണ്, അല്ലെങ്കിൽ അത്ഭുതമാണ്. അതിൻ്റെ അർത്ഥം എന്താ? 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും, ഇപ്പോൾ 6 ആയി, ഇനി 7 വരും.
അതൊക്കെ കാണാൻ ഞങ്ങൾക്ക് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടായെന്ന് വരാം. എങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഈ കഠിനാധ്വാനത്തിന് ഈ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകം ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സംരംഭം ആരംഭിക്കാനായി ഇവരോട് ആഹ്വാനം ചെയ്യുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫാദർ. തീർച്ചയായിട്ടും ആദ്യ പ്രമോ പ്രകാശത്തിന് മുമ്പായിട്ട് ഒരു മഹനീയ വ്യക്തിത്വത്തെ കൂടി നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ പറഞ്ഞു ഈ ഒരു വർഷത്തെ പെരുന്നാൾ പ്രമോ എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്നുള്ളത്. കാരണം ഭാഷകൾക്കപ്പുറം പെരുന്നാളിന്റെ പ്രസിദ്ധി ദക്ഷിണേന്ത്യ മുഴുവൻ അത്രത്തോളം വ്യാപിച്ചു കിടക്കുമ്പോൾ പാവർട്ടി പെരുന്നാളുകളുടെ ഒരു ബ്രാൻഡ് ആണെങ്കിൽ ആക്ച്വലി മലയാളക്കരയുടെ കേരളത്തിന്റെ വ്യാപാര രംഗത്ത് ബ്രാൻഡായി മാറിയ മറ്റൊരു പേരുണ്ട് VKG എന്നുള്ളത്. ഇന്ന് VKG പാവർട്ടി എന്നുള്ളത് പാവർട്ടിയിൽ നിന്ന് മാത്രമല്ല അല്ലെ, കേരളത്തിലും അതിന് പുറത്തേക്ക് ദക്ഷിണേന്ത്യയിൽ മൊത്തം വ്യാപിച്ചു കിടക്കുന്ന അത്രത്തോളം ഒരു ബ്രാൻഡായി മാറിയെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിന് പിന്നിലെ ഒരു അമരക്കാരനുണ്ട്. അത് മറ്റാരുമല്ല, VKG ജോർജ് ഏട്ടനാണ്. ഇന്ന് ഈ തിരുനാൾ പ്രൊമോന്റെ ഈ ആവേശോജ്വലമായിട്ടുള്ള ഒരു വേദി, ഇന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ ഒരു ടൈറ്റിൽ സ്പോൺസർ കൂടിയാണ് VKG എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഏറ്റവും സ്നേഹപൂർവ്വം ഇന്ന് ഈ ഒരു സമയം തമിഴ് പ്രൊമോയാണ് നമ്മൾ ആദ്യമായിട്ട് പ്രകാശനം ചെയ്യാൻ പോകുന്നത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മലയാളികൾ മാത്രമല്ല, തീർച്ചയായിട്ടും അതിന്റെ സാന്നിധ്യം കൊണ്ടും അതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടുകൊണ്ട് വർഷങ്ങളായിട്ട് പാവർട്ടി തിരുനാളിനെ തമിഴ് കുർബാനയ്ക്കും നമ്മൾ സാക്ഷ്യം വഹിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷത്തെ 6ാം വരവിൽ പാപ്പ ഫ്രെയിംസിന്റെ തിരുനാൾ പ്രൊമോയ്ക്ക് ആവേശോജ്വലം ഉടനടി തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. VKG ജോർജ് ഏട്ടൻ സ്വാഗതം ചെയ്യാണ് ഈ സമയത്തിലേക്ക്. ആന്റണീസിനും ജോർജേട്ടും ചേർന്നാണ് ഈ ഒരു സമയം ഇനി നമ്മുടെ ആദ്യത്തെ പ്രൊമോ, തമിഴ് പ്രൊമോ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ഈ സമയം സിറ്റി കൈമാറുകയാണ്. ഒരു നേരത്തെ കൈ ഒരിക്കൽ കൂടി 1.5 നൂറ്റാണ്ടിന്റെ തിരുനാൾ പാരമ്പര്യം പറയുമ്പോൾ അതുപോലെ തന്നെ 7 പതിറ്റാണ്ടായിട്ട് അല്ലെ പാവർട്ടിയുടെ കേരളത്തിന്റെ വ്യാപാര രംഗത്ത് സജീവസാധ്യമായ VKG ജോർജേട്ടൻ ഏറ്റവും സ്നേഹപൂർവ്വം നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ഒരു CD കൈമാറിക്കൊണ്ട് തമിഴ് പ്രൊമോ പ്രകാശനം നിർവഹിക്കുകയാണ് ഈ സമയം. പ്രൊമോ കാണട്ടെ. கொண்டாடுகிறோம் ஆசீர்வாதம் பெற்ற 148ஆம் ஆண்டு திருவிழா. பல்லாயிரக்கணக்கானோர் இந்த புனித கடற்கரைக்கு வந்து சேர காத்திருக்கிறார்கள். பாவரட்டி புனித யௌசேப் பிதாவின் 148வது மத்தியஸ்த திருவிழா ஏப்ரல் 19, 20, 21 தேதிகளில். 8ஆம் இட திருவிழா ஏப்ரல் 28. நன்மை நிறைந்த ஆசீர்வாத புனித செயல்கள், பக்தி நிறைந்த ஊர்வலங்கள், வண்ணமிக்க மின்தீப அலங்காரங்கள், புனித நாளை நிறை கொண்டதின் வேண்டுதல் உணவு, கண்களை கவர வெடியால் வான வேடிக்கை, தாள மேளங்களுடன் இசை கொண்டாட்டம், மாலை பொழுதை குதூகலமாக்க கலை விருந்து. காத்திருப்போம், நாமும் கலந்தமைக்க. புனித யௌசேப் பிதாவின் தென்னிந்தியாவின் மிகப்பெரிய திருவிழா கொண்டாட்டத்தில் நிறைந்த மனதுடன் பங்கு பெறுவோம். എപ്പോഴും നമ്മൾ തമിഴ് പടങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലേ, തമിഴ് സോങ്സ് ആണെങ്കിലും നമ്മുടെ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇനി മുതൽ തിരുനാളിൻ്റെ മഹിമയും പ്രാധാന്യവും പ്രശസ്തിയും ഒക്കെ അല്ലെ ദക്ഷിണേന്ത്യയിൽ മൊത്തം ഓൾറെഡി ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ പ്രൊമോ കണ്ടിട്ട് കൂടി അല്ലെ ഈ വർഷത്തെ തിരുനാളിന് ആഘോഷത്തിന് ഇവിടെ എത്തുമെന്നുള്ളതാണ് ഒരു നല്ലൊരു കാര്യം. ഒരിക്കൽ കൂടി നിങ്ങൾ തന്ന ഈ പ്രോത്സാഹനവും സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് ഓരോ വർഷവും പുതുമയേറിയ അല്ലെ പ്രൊമോയും പ്രൊജക്ടുകളുമായിട്ട് പപ്പ ഫെസ്റ്റിൽ എത്താൻ പറ്റുന്നത് എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഈ ഒരു സമയം ഏറ്റവും സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ ഒരു തിരുനാൾ പ്രൊമോ എത്രത്തോളം ഭംഗിയാക്കുന്നതിൽ
ഇന്നത്തെ ഒരു ടൈറ്റിൽ സ്പോൺസറായി ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന മഹനീയ വ്യക്തിത്വം ജോർജിന്റെ ഈ സമയം ഒരു സ്നേഹ ആദരവ് നൽകുകയാണ്. ഇതിനുവേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം ജോർജിനെ ക്ഷണിക്കുന്നു. കാരണം നമ്മളെ പാവത്തിൽ പെരുന്നാളിന്റെ ചരിത്രം പറയാൻ തുടങ്ങിയിട്ടല്ലേ ഏകദേശം 150 വർഷങ്ങളിലേക്ക് 1.5 നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇതുപോലെ തന്നെ വ്യാപാര രംഗത്ത് ഒരു ബ്രാൻഡായി 7 പതിറ്റാണ്ട് നിൽക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അല്ലേ? അതിന് കൊടുക്കണം കയ്യടി. അപ്പൊ എനിക്ക് തോന്നുന്നു BKG എന്നതിനേക്കാൾ വലിയ ബ്രാൻഡാണ് BKG ജോർജേട്ടനെ നിർത്തുവാനായിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ദക്ഷിണേന്ത്യ മുഴുവൻ പ്രസിദ്ധമായ ഒരു പെരുന്നാളിനെ ദക്ഷിണേന്ത്യ മുഴുവൻ എത്തുന്ന ഒരു പ്രൊമോട്ട് കൂടി പ്രകാശനമാകുന്ന ഒരു വലിയ കാലക്കാരൻ കൂടിയാണ്. അതേക്കാൾ ഉപരി വിശുദ്ധ ഔസേപ്പിതാവിന്റെ വലിയൊരു ഭക്തൻ കൂടിയാണ്. കാരണം പെരുന്നാൾ ആഘോഷങ്ങളാണ്, കൂട്ടുപെരുന്നാളുകളൊക്കെ ജോർജേട്ടന്റെ സാന്നിധ്യം ഇല്ലാതെ നമ്മളൊരു പെരുന്നാളും കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും സ്നേഹപൂർവ്വം പാപ്പ ഫ്രണ്ട്സിന്റെ എല്ലാത്തിനേക്കാൾ ഉപരി ഞങ്ങളുടെ കൂട്ടായ്മയുടെ സ്നേഹം കൂടിയാണ് ഈ സമയം കൈമാറാൻ പോകുന്നത്. സോ താങ്ക് യു സോ മച്ച്. ഞാൻ വികാരത്തിന്റെ ഏറ്റവും സ്നേഹപൂർവ്വം കൈമാറുകയാണ്. ജോലിയുടെ വാക്കുള്ള ചിരിയിൽ തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം സന്തോഷപൂർവ്വമായിട്ട് നിൽക്കേണ്ടിയിരുന്നത്. സോ ഇതേപോലെ ഞങ്ങൾക്കൊപ്പം തുടർന്നുള്ള വർഷങ്ങളിലും എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി ഉണ്ടാവുന്ന കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.